പ്രതീക്ഷയില്ലാതെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു. കോമഡി വരുന്നുണ്ട്. ഒരു പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആണ് സംഭവം. അർജുന അശോകൻ കേടലം ഒരു രക്ഷയില്ല. അനശ്വരയും വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വർഷത്തെ ആദ്യ കോമഡി ചിത്രമായിട്ട് അർജുൻ അശോകനും അനശ്വര രാജനും ബാലു വർഗീസും ഇതാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അപ്പോൾ ത്രില്ലറൊക്കെ കണ്ടു കഴിഞ്ഞില്ല, ഇനി ഒരു കോമഡി പടം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ കാണുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്, പോപ്പ് സ്റ്റോക്കറാണ്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കുഴപ്പമില്ല, ഒരു തവണ കാണാനുള്ളതേ ഉള്ളൂ. ഒരു കോമഡി ഫാന്റസി പോലെ ചെറുതായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ല. ബാലു വർഗീസ് ആയാലും ഡിഫറെന്റ് അറ്റംപ്റ്റ് അല്ലേ, കുഴപ്പമില്ല. മോളിവുഡ് ഇപ്പം കുഴപ്പമില്ല, നല്ല സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കോമഡി മാത്രമാണോ അതോ ഫാന്റസി എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? കോമഡി വരുന്നുണ്ട്. ഒരു പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആണ് സംഭവം. ഒരു തവണ കാണാം. ആരാ സ്കോർ ചെയ്ത്? അർജുൻ അശോകനാണോ മെയിൻ? അർജുൻ അശോകനുണ്ട്, അനശ്വര ഉണ്ട്, ബാലു വർഗീസ് ആയാലും കുഴപ്പമില്ല. മൂന്നുപേർക്ക് ഒരു തവണ കാണാം. അത് എന്റർടൈൻമെന്റ് അല്ലേ. ഇഷ്ടപ്പെടും. ചുമ്മാ കാണാം, ഒരു തവണ വന്നിട്ട് കാണാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് അടിപൊളി, നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ക്ലൈമാക്സ് ആ ഒരു ടൈലന്റ് ഒക്കെ അടിപൊളിയായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെ ഫുൾ കോമഡി ആയിട്ടാണോ പോകുന്നത് അതോ ലാസ്റ്റ് ഇമോഷണൽ ത്രില്ലർ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, കോമഡി തന്നെയാണ്. ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി പടം തന്നെയാണ്. എങ്ങനെയാണ് ഒരു തിയേറ്റർ വാച്ചിന്റെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കാനുള്ള കോമഡി ഉണ്ടോ? നമുക്കിപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പം ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഫീൽ ആവും, കറക്റ്റ് ആയിട്ട് ഫീൽ ആവും. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ അവരതൊക്കെ കവർ ചെയ്ത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് എലമെന്റ്സ് എല്ലാം ഉണ്ടോ കോമഡി സബ്ജക്റ്റിൽ? അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് സ്റ്റോറി നമുക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി അങ്ങോട്ട് പോകുന്നത് മനസ്സിലാവും. പക്ഷെ എന്നാലും കൊള്ളാം. ഒരു ഹരിശ്ര അശോകൻ ലെവൽ കോമഡി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അർജുൻ അശോകൻ അങ്ങനെ തോന്നിയ പുള്ളിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഇതിലുണ്ട്. നമ്മള് എന്താ പറയാ, പുള്ളിയുടെ ഒരു സിനിമ ഇല്ലായിരുന്ന, എന്റെ പേര് ഞാൻ പറഞ്ഞു, രോമാഞ്ചം. അതില് പുള്ളിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ടച്ച് ഇല്ല, അത് ഇതിലും തീർച്ചയായും രോമാഞ്ചത്തിലെ ക്യാരക്ടർ തന്നെയാണ്. സൈക്കോ പള്ളിയിലച്ചൻ അല്ലല്ല, അങ്ങനെയല്ല. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൊള്ളാം, നല്ല സജസ്റ്റ് ചെയ്യോ? തീർച്ചയായിട്ടും. പ്രതീക്ഷയില്ലാതെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഫുൾ കോമഡിയാണ് ത്രൂ ഔട്ട്. അങ്ങനെ ത്രൂ ഔട്ട് കോമഡി ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഷോക്കായിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫ്രഷ് എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രഷ് ഒന്നും അല്ല, പക്ഷേ ട്വിസ്റ്റൊക്കെ നൈസായിട്ടിരുന്നു. പടം കൊള്ളാം, കുഴപ്പമില്ല, ഡീസൻറ്റ് വാച്ച് അത്രേ. ഓക്കെ. ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന വാച്ചിലുണ്ട്. തിയേറ്ററിൽ വന്ന വാച്ചുകളായിട്ട് വൺ ടൈം വാച്ചുകൾ മൂവി. ഓക്കെ. അങ്ങനെ എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോമഡി ഫാക്ടറായിട്ട് അങ്ങനെയൊന്നുമില്ല, ബട്ടെങ്കിലും കൊള്ളാം. നല്ല മൂവി. സ്പെഷ്യലായിട്ട് എന്തോ അർജുൻ അശോകനൊക്കെ? അർജുൻ അശോകന്റെ റോള് കൊള്ളാം. ഒരു സൈക്കോ പോലത്തെ എപ്പോഴും അവന്റെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള. ഫാമിലിക്കാണ് ഇഷ്ടപ്പെടുന്നത്, യൂത്തിനൊക്കെ ഇഷ്ടപ്പെടും? ഫാമിലിക്ക് യൂത്തിനും രണ്ടുപേർക്കും ഇഷ്ടം. നല്ല ഫിലിം. കഥയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. കോമഡി ഉണ്ട്, സീരിയസും ക്യാരക്ടറായിട്ട് കൊള്ളാം. ആരെ ഇഷ്ടപ്പെട്ട? അനശ്വരയുണ്ട്, അർജുൻ അശോകനുണ്ട്. അർജുന അശോകൻ കേടലം ഒരു രക്ഷയില്ല. അനശ്വരയും അനശ്വരയുടെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ. ഹരിശ്രീ അശോകന്റെ ഒക്കെ മാനർസും ഒക്കെ ഉണ്ട് അർജുൻ അശോകന്. പിന്നെ അതിനേക്കാളും ഹരിശ്രീ അശോകൻ ചേട്ടൻ എപ്പോഴും കോമഡി വൈസ് അല്ലേ വരാറ്, സീരിയസ് വല്ലപ്പോഴല്ലേ. ഇയാള് രണ്ടും കൊള്ളാം, അടിപൊളി. ആദ്യത്തെ കോമഡി പടം ചിരിച്ചോ? എങ്ങനെയാണ് 2020 ഒരു കോമഡി പടം കണ്ടിട്ട് പറയൂ, ചിരിച്ചോ? എനിക്ക് അവരുടെ അനശ്വരയുടെയും അർജുൻ്റെയും പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ കണ്ടോണ്ടിരിക്കാം, ബോറിംഗ് അല്ല, കണ്ടോണ്ടിരിക്കാം, എന്റർടൈനിങ് ആണ്. ഏതെങ്കിലും സിനിമയായിട്ട് ബന്ധമുണ്ടോ? മറ്റേ ഇല്ല. ഫാന്റസി ആണോ? കോമഡി ഫാന്റസി ഫാന്റസി ആണ് അതന്നെ. ഓക്കെ.